ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു ഇലൈഹി ഉനീബ്. മാന്യ സഹോദരന്മാരെ, ഇന്നത്തെ ഖുത്ബയിൽ പരാമർശിക്കപ്പെട്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല വാനലോകങ്ങളെയും അതുപോലെ ഭൂമിയെയും സർവചരാചരങ്ങളെയും അവൻ പടച്ചിരിക്കുന്നത് വെറുതെയല്ല. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തു ഹൂദിലെ 7-ാം വചനം നമ്മൾ കേൾക്കുകയുണ്ടായി. ഹുവല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ സിത്തത്തി അയ്യാം. ആകാശഭൂമികളെ 6 ദിവസങ്ങളിലായി അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നു. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങൾ ആരാണ് നല്ല രൂപത്തിൽ അമല് ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹ്ക്ക് നമ്മളെ പരീക്ഷിച്ചിട്ട് പരിശോധിച്ചിട്ട് മനസ്സിലാകണോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ എന്തിനാണത്? ഗൗരവമായി നമ്മൾ കാണണം. നമ്മളെ ധരിപ്പിക്കാൻ വേണ്ടിയാ. നീ മര്യാദക്ക് നടക്കുന്നുണ്ടോ എന്ന് നിനക്ക് തന്നെ ബോധ്യമാകുന്ന, നിന്റെ കൂടെയുള്ള ആളുകൾക്കൊക്കെ ബോധ്യമാകുന്ന, പരലോകത്ത് ചെല്ലുമ്പോൾ ഒരു ഒഴിവഴിവും പറയാൻ പറ്റാത്ത കോലത്തിൽ എല്ലാവർക്കും ബോധ്യമാവുന്ന രൂപത്തിൽ കാര്യം പ്രോഗ്രാം ചെയ്യുകയാണ് പടച്ചതമ്പുരാൻ. നമ്മുടെ ഭാഷയിൽ, നേർക്കുനേരെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ, ആകാശഭൂമികളെ, ഇവിടെയുള്ള സർവ്വ വസ്തുക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചത് നിങ്ങൾ നല്ല നിലക്ക് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി എന്ന് തന്നെ. നമ്മൾ ആ പ്രഥമ ദൃഷ്ടിയുള്ള അർത്ഥം നമ്മൾ ഉൾക്കൊള്ളുകയും വേണം. അപ്പൊ നമ്മളിവിടെ മര്യാദക്ക് നടക്കുന്നുണ്ടോ എന്ന് നോക്കാൻ പടച്ച തമ്പുരാൻ 24 മണിക്കൂറും നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നർത്ഥം. മര്യാദക്ക് നടക്കുന്നുണ്ടോ എന്ന്. ആ ഖുർആനിന്റെ പ്രഖ്യാപനം കേൾക്കുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ അശ്രദ്ധയിൽ നിന്നും അവൻ മാറി നിൽക്കും. ഞാൻ മര്യാദക്ക് നടക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഈ ഭൂമിയിലെ, ഈ പ്രപഞ്ചത്തിലെ സർവ്വ വസ്തുക്കളെയും പടച്ച തമ്പുരാൻ സൃഷ്ടിച്ചു എന്നാ ഖുർആൻ പറയുന്നത്. ലിയബ്ലുവക്കും, നിങ്ങളെ അവൻ പരീക്ഷിക്കാൻ വേണ്ടി. അയ്യുക്കും അഹ്സനു അമല, നിങ്ങൾ ആരാ മര്യാദക്ക് അമല് ചെയ്യുന്നത്, നല്ല അമല് ചെയ്യുന്നവരാരാണ് നോക്കാൻ വേണ്ടി എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. അതുപോലെ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, മരണവും അതുപോലെ ജനനവും നിങ്ങളുടെ ജീവിതവും ഒക്കെ അല്ലാഹു തആല ഇങ്ങനെ സംവിധാനിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ ആരാ മര്യാദക്ക് അമല് ചെയ്യുന്നവരെന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെ. അപ്പൊ ഈ പ്രപഞ്ചത്തെ മുഴുവനും നമ്മൾ കാണുമ്പോൾ, അതുപോലെ നമ്മുടെ ജീവിതവും നമ്മുടെ ഓരോരുത്തരുടെയും ആയുഷ്കാലത്ത് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും ഒക്കെ നമുക്കിവിടെ ഈ ഭൗതിക ലോകത്തിന്റെ പകിട്ടാർന്ന പ്രതിഭാസങ്ങൾക്ക് അടിമപ്പെട്ട് സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോവാമെന്ന് നമ്മുടെ മനസ്സ് നമ്മൾ അറിയാതെ നമ്മോട് മന്ത്രിക്കുന്നുണ്ടെങ്കിൽ, ആ ധാരണയെ പടച്ച തമ്പുരാൻ കൃത്യമായി കൈകാര്യം ചെയ്യുകയാണ്. ആ ധാരണ നമുക്ക് തിരുത്തി തരികയാണ്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞത്, നിങ്ങൾ ഈ ഭൂമിയിൽ വിളയാടാൻ വേണ്ടിയല്ല നിങ്ങളെ പടച്ചിരിക്കുന്നത്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യവർഗത്തെയും ജിന്ന് വർഗത്തെയും എനിക്ക് ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ഞാൻ പടച്ചിട്ടില്ല. അപ്പൊ പടച്ച തമ്പുരാന്റെ പ്രോഗ്രാം നമ്മൾ അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കുക എന്ന ലക്ഷ്യം മാത്രമേ അള്ളാഹ്ക്കുള്ളൂ. എന്നാൽ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ തിരിച്ചു ചിന്തിക്കണം. നേരം പുലർന്ന് വൈകുന്നേരമാകുന്നത് വരെയുള്ള നമ്മുടെ ജീവിതത്തിന്റെ ഈ ടൈം കളഞ്ഞു പോകുമ്പോൾ, ഈ ടൈമിൽ കൂടുതലും നമ്മുടെയൊക്കെ ശ്രദ്ധ അന്ത്യമില്ലാത്ത കാലത്തോളം അള്ളാഹുവിന്റെ പാരത്രിക ലോകത്ത് കഴിയാൻ വേണ്ടി പടച്ച തമ്പുരാൻ നമ്മെ ഇവിടെ ഇബാദത്തെടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വിട്ടിട്ട് നമ്മൾ അങ്ങോട്ട് നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് നമ്മളോട് ഇന്ന് മിമ്പറിൽ നിന്ന് ചോദിച്ചത്. നേരം വെളുത്ത് വൈകുന്നേരമാകുന്നത് വരെയും, വൈകുന്നേരമായി ഉറങ്ങാൻ കിടക്കുന്നത് വരെയും നമ്മുടെയൊക്കെ ശ്രദ്ധ അന്ത്യമില്ലാത്ത കാലത്തോളമുള്ള എൻ്റെ ജീവിതം, മരണപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാം കെട്ടടങ്ങി കൂടെയുള്ളവരും പാർട്ടിക്കാരും കുടുംബാംഗങ്ങളും പണിക്കാരും എല്ലാ ആളുകളും
നമ്മുടെ റൂഹാണ് പോകുന്നതോടുകൂടെ അവരെല്ലാവരും പിന്തിരിഞ്ഞു പോയി. പിന്നെ നമ്മൾ ഒറ്റക്ക. പിന്നെ നമ്മോട് കൂടെ ഉള്ളത് എന്താ? നമ്മൾ ചെയ്യുന്ന അമൽ സ്വാലിഹാത്ത് മാത്രമാണ്. ആ ഒരു ബോധം നമ്മുടെ ഏവരുടെയും മനസ്സിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. മിമ്പറിൽ നിന്ന് നമ്മൾ കേട്ടു, സാഹിബുക ഫിൽ ഖബർ, നിന്റെ അമൽ സ്വാലിഹാത്ത് നിന്റെ ഖബറിലെ നിന്റെ കൂട്ടുകാരനാണ്. അമൽ അവിടെ വന്നിട്ട് നമ്മളോട് പറയും, നമ്മുടെ സൽക്കർമ്മങ്ങൾ, അമലുക്ക, നീ ചെയ്ത സൽക്കർമ്മം ഉണ്ടല്ലോ അതാണ് ഞാൻ എന്ന് പറഞ്ഞ് നമ്മെ സമാധാനിപ്പിക്കാൻ അവിടെ ഉണ്ടാകും. അതല്ല, അന്ത്യമില്ലാത്ത കാലത്തോളമുള്ള ജീവിതത്തിന് വേണ്ടി ഒന്നും ശ്രദ്ധിക്കാതെ റൂമിലുള്ള ആളുകളൊക്കെ പള്ളിക്ക് വരുമ്പോ കൂടെ നമ്മളും വരുന്നു, ഒരു യാന്ത്രികമായി ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നു, ഈ ബോധമാണെങ്കിൽ ആ ബോധത്തെ പടച്ച തമ്പുരാൻ കൃത്യമായി ചോദ്യം ചെയ്യുകയാണ് നമ്മളോട്. അതുകൊണ്ട് ആ ധാരണ നമ്മൾ തിരുത്തുകയാണ് വേണ്ടത് ഈ ഹുത്ബയിലൂടെ. നിങ്ങളെ വെറുതെ അല്ല പടച്ചിരിക്കുന്നത്. ഒമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അള്ളാഹ്ക്ക് മാത്രം ഇബാദത്തെടുക്കാൻ വേണ്ടിയാണ്. അതായത് നമ്മുടെ ആരാധനകളിൽ തൗഹീദ് കൃത്യമായിരിക്കണം എന്നർത്ഥം. നമ്മുടെ നമസ്കാരമാണെങ്കിലും നമ്മുടെ നോമ്പാണെങ്കിലും നമ്മുടെ ഹജ്ജാണെങ്കിലും നമ്മൾ എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു അതൊക്കെ അള്ളാഹുവിന് മാത്രമാവുക എന്നുള്ളതാണ് ഏറ്റവും മർമ്മപ്രധാനം. അതിൽ ഒരു ചെറിയ ഒരു ലാഞ്ചന പോലും, എന്നാൽ അള്ളാഹുവിന് മാത്രം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നാം മനസ്സിലാക്കേണ്ടത്, നാം പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വേണ്ടി വരുമ്പോൾ റൂമിലുള്ള ആളുകൾ ഞാൻ നമസ്കരിക്കാൻ പോയിട്ടില്ലെങ്കിൽ എന്തെങ്കിലും പറയോ എന്നുള്ള തോന്നലെങ്കിലും ഉണ്ടാവുകയും അതോടുകൂടെ പള്ളിയിൽ വരുമ്പോൾ നിസ്കരിക്കണം, അള്ളാഹിനെ പേടിക്കണം, അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കണം എന്ന ചിന്തയോടൊപ്പം മനുഷ്യന്മാരും അറിയില്ലേ എന്നുള്ള തോന്നൽ കൂടെ ഉണ്ടായാൽ അള്ളാഹ്ക്ക് മാത്രമായില്ല. ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. ഇത് ഖത്തീബ് നമ്മോട് പറഞ്ഞത്, നിന്റെ ആരാധനയിൽ ഇഖ്ലാസ് വേണം എന്ന് പറഞ്ഞാൽ, നീ ഇബാദത്ത് എടുക്കുമ്പോൾ നിസ്കരിക്കാൻ വരുമ്പോ റബ്ബിൽ നിന്ന് അന്ത്യമില്ലാത്ത കാലത്തോളം അവന്റെ പാരത്രിക ലോകത്ത് ജീവിക്കാനുള്ള വിഭവം റബ്ബിൽ നിന്ന് ലഭ്യമാവണം എന്ന ഏക ലക്ഷ്യം അല്ലാതെ അതോടുകൂടെ ആ ലക്ഷ്യത്തോടുകൂടെ നമ്മൾ എന്ത് ചെയ്തു, പോയില്ലെങ്കിൽ മോശമല്ലേ മനുഷ്യൻ പറയില്ലേ, അതുപോലെ എന്തെങ്കിലും ഉണ്ടായാൽ അള്ളാഹ്ക്ക് മാത്രമായില്ല, തൗഹീദ് അവിടെ പൊളിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിനെ ഒന്ന് ലെവലാക്കി എടുക്കാൻ നമ്മളൊരു പുതിയ ട്രെയിനിങ്ങിലേക്ക് വരണം. എന്ന് പറഞ്ഞാൽ പലർക്കും ആരാധനകൾക്ക് വരുമ്പോൾ അത്ര തന്നെ റബ്ബിനെ മാത്രം എന്നുള്ള ചിന്തയില്ലാതെ, ഞാൻ പോയില്ലെങ്കിൽ മനുഷ്യൻ പറയില്ലേ, അവര് പറയില്ലേ, ഇവര് പറയില്ല, അങ്ങനെയൊക്കെ ചിന്ത ഉണ്ടെങ്കിൽ ആ ഇഖ്ലാസ് പോയി തൗഹീദിന്റെ ഒറിജിനാലിറ്റി നമുക്ക് നഷ്ടപ്പെടുകയാണ്. മാത്രമല്ല, നീർച്ച എന്നത് പ്രത്യേകം ഉണർത്തുകയുണ്ടായി. നീർച്ച നിങ്ങൾ റബ്ബിന് മാത്രമേ അർപ്പിക്കാവൂ, വേറെ ആർക്കും നിങ്ങൾ നീർച്ച അർപ്പിക്കരുത്. എന്താ നീർച്ച എന്ന് പറഞ്ഞാൽ, നമുക്ക് നിർബന്ധമല്ലാത്ത ഒരു കാര്യത്തെ, ഒരു ആരാധനയെ നമ്മുടെ മേൽ നിർബന്ധമാക്കുകയാണ്. ഉദാഹരണമായിക്കൊണ്ട് നമ്മളൊരു സദക്ക ചെയ്യാന്നുള്ളത് സുന്നത്താണ്, അത് നമ്മൾ തീരുമാനിച്ചു ഞാൻ അത് നീർച്ചയാക്കി എന്ന് പറഞ്ഞാൽ ആ നീർച്ച വീട്ടൽ നമുക്ക് നിർബന്ധമാണ്. അത് വീട്ടിയില്ലെങ്കിൽ കുറ്റം കിട്ടും, ശിക്ഷാർഹമാണ്. അപ്പൊ എന്നതുപോലെയുള്ള ഈ കർമ്മങ്ങൾ, ഈ നീർച്ചയാക്കൽ, അത് അള്ളാന്റെ പേരിൽ മാത്രമേ ഉള്ളൂ. റബ്ബിനല്ലാത്ത നീർച്ച ഒരിക്കലും പാടില്ല. റബ്ബിന് മാത്രമല്ലേ നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നത്, റബ്ബിന് മാത്രമല്ലേ നമ്മൾ റബ്ബിൽ കൂലിട്ടാൻ വേണ്ടി മാത്രമല്ലേ സക്കാത്ത് കൊടുക്കുന്നത്, അതിനുവേണ്ടി മാത്രമല്ലേ നമ്മൾ നമസ്കരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഞാൻ അള്ളാഹ്ക്ക് നോമ്പ് നോൽക്കുന്നു, അള്ളാഹ്ക്ക് വേണ്ടി ഹജ്ജ് ചെയ്യുന്നു, അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് അവരിൽ നിന്ന് കൂലിട്ടാൻ വേണ്ടി സക്കാത്ത് കൊടുക്കുന്നു, അതിൽ നിന്ന് മാറി അല്ലാത്തവരുടെ പേരിലേക്ക് നീർച്ച എങ്ങനെയാണ് പോകുന്നത് എന്നാണ് ഖുതുബയിൽ നിന്ന് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം. റബ്ബിലേക്ക് മാത്രം തിരിക്കുക നിങ്ങളുടെ ആരാധനകൾ. അതുപോലെ തന്നെ നമ്മൾ മനുഷ്യന്മാരോട് എന്തെങ്കിലും സഹായം തേടുകയാണെങ്കിൽ അത് ആ മനുഷ്യനല്ല നമുക്ക് ചെയ്തു തരുന്നത്, അത് സബബാണ്. ഈ ലോകത്തിന്റെ സൃഷ്ടാവും സംരക്ഷകരുമായ റബ്ബുൽ ആലമീൻ ഇവിടെ വെച്ച കാരണങ്ങളാണ്. ഒരു ചെറിയ ഒരു കഥ മിമ്പറിൽ നിന്ന് പറയുകയുണ്ടായി. ഒരു സാധു മനുഷ്യൻ, അദ്ദേഹത്തിന് കാത് കേൾക്കില്ല, വളരെ ദുർബലനായ മനുഷ്യൻ, സാമ്പത്തികമായി ഒന്നുമില്ല, ഹജ്ജിന് പോകണം എന്നുണ്ടായി. തീരുമാനിച്ചു. കുടുംബങ്ങളൊക്കെ ചോദിച്ചു എങ്ങനെ പോയി, എങ്ങനെ ഭക്ഷണം കഴിക്കും, എന്ത് ചെയ്യുമെന്ന്. ഏതായിരുന്നാലും അദ്ദേഹത്തിന്റെ കുടുംബങ്ങളിൽപ്പെട്ട പാവപ്പെട്ട പെൺകുട്ടികളൊക്കെ പ്രാർത്ഥിച്ചു അള്ളാഹിനോട്. അങ്ങനെ അദ്ദേഹത്തിന്റെ യാത്രയിൽ ഒരു ധനികനായ സമ്പന്നനായ ഒരു ഭരണാധികാരി അവർക്കുള്ള സഹായം നൽകുകയാണ്, സ്വർണം നൽകുന്നു. അങ്ങനെ ആ സ്വർണം കിട്ടിയപ്പോ അദ്ദേഹത്തിന്റെ മകൾ പെൺകുട്ടി പൊട്ടിക്കരഞ്ഞു. അപ്പൊ ഉമ്മ ചോദിക്കുന്നു, ഇങ്ങനെ സൗകര്യം കിട്ടിയ സ്ഥിതിക്ക് എന്തിനാണ് ഈ കരയുന്നത്? അപ്പൊ ആ പെൺകുഞ്ഞ് പറഞ്ഞത്, ഇദ്ദേഹം നമ്മളെ സഹായിച്ചു, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങാനും നമ്മെ നേരിട്ട് നോക്കിയാൽ
ഇത് ഒരു സബബാണ്, ഇയാൾ ഒരു കാരണമായിട്ടാണ് നമുക്ക് കിട്ടിയത്. ഇനി അള്ളാഹു തആല നമുക്ക് നേരിട്ട് തന്നാൽ എന്തായിരിക്കും അതിന്റെ വലിപ്പവും അതിന്റെ വിശാലതയും എത്രമാത്രമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞ് പ്രതികരിച്ചു. ചുരുക്കി പറഞ്ഞാൽ ലോകത്തുള്ള സർവ്വ മനുഷ്യന്മാരും, ഈ നാട്ടിലെ ഭരണാധികാരികൾ, അതല്ലെങ്കിൽ നമ്മുടെ മുതലാളിമാർ, അതല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ, അവരൊക്കെ എന്ത് നമുക്ക് ചെയ്തു തന്നാലും അതൊന്നും ഒറിജിനൽ അല്ല, അതെല്ലാം കാരണങ്ങളാണ്. അവരെ അള്ളാഹു തആല അതിന് ഉപയോഗപ്പെടുത്തി എന്നാണ്. ആർക്കും നമുക്കൊന്നും ചെയ്തു തരാൻ കഴിയില്ല, നമുക്കും തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവും എനിക്ക് ജോലി ചെയ്യാൻ അറിയും, അതുപോലെ ബിസിനസ് നടത്താൻ അറിയും, പലതും കഴിയുന്നൊക്കെ. ആ തോന്നലൊക്കെ മനസ്സിൽ വെച്ചാൽ മതി എന്നാണ് ഇന്ന് ഖുത്ബയിൽ പറഞ്ഞത്. മുഴുവനും പടച്ച തമ്പുരാന്റെ നിയന്ത്രണത്തിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് അന്ത്യമില്ലാത്ത കാലത്തോളമുള്ള പാരത്രിക ലോകത്തെ ജീവിതം സുരക്ഷിതമാക്കാൻ അമലുസാലിഹാത്തുകളെ കൈകാര്യം ചെയ്യാന്നുള്ളതാണ്. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, ആരാ നിങ്ങളിൽ നിന്ന് നല്ല നിലയ്ക്ക് അമൽ ചെയ്യുന്നത് എന്ന് പരിഹരിക്കാൻ വേണ്ടി പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ ഇബാദത്തിനെ ഭംഗിയാക്കുക, റബ്ബിന് തൃപ്തിയാവുന്ന രൂപത്തിൽ. നമസ്കാരം കഴിഞ്ഞതിന് ശേഷം അതിന്റെ മുമ്പുമൊക്കെ നമുക്ക് സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്. എന്തിനാണത്? ആ ഫർള് നമസ്കാരങ്ങളിലുള്ള വീഴ്ചകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകമായി നമ്മുടെ മുഴുവൻ അമലുകളും നല്ല രൂപത്തിലാക്കാൻ നമ്മൾ ശ്രമിക്കുക. അതുപോലെ അമലുസ്വാലിഹാത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ട വളരെ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ട ഒന്നാണ് ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവിയാവുക എന്നുള്ളത്. ഒരു മനുഷ്യന് നല്ല സ്വഭാവം ഉണ്ടെങ്കിൽ ആ മനുഷ്യനെ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികൾക്കും ഇഷ്ടമായിരിക്കും, ജനങ്ങൾക്ക് ഇഷ്ടമായിരിക്കും, കുടുംബങ്ങൾക്ക് ഇഷ്ടമായിരിക്കും, അയൽവാസികൾക്ക് ഇഷ്ടമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ പാരത്രിക ലോകത്ത് എന്നോട് ഏറ്റവും അടുത്തിരിക്കുന്ന ആളുകൾ ആസനിക്കും അഖ്ലാഖ, നിങ്ങളിൽ നല്ല സ്വഭാവക്കാരായിരിക്കും റസൂലുള്ളാഹി പറയാം. എങ്ങനെ നല്ല സ്വഭാവം ഉണ്ടാകുക? ജനങ്ങളിലേക്ക് വിനയത്തിന്റെ ചിറക് താഴ്ത്തി കൊടുക്കാൻ നമുക്ക് കഴിയണം. ഒരു തള്ളക്കോയി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒരു തള്ളക്കോയി അതിന്റെ കുഞ്ഞുങ്ങളെ എങ്ങനെ പരിപാലിക്കുന്നു, അവരോട് എങ്ങനെ സ്നേഹം കാണിക്കുന്നു, അതുപോലെ ജനങ്ങളോട് സ്നേഹം കാണിക്കാൻ, കരുണ കാണിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം. അതുപോലെ കഫുല്ലാത, ജനങ്ങൾക്ക് പ്രയാസം ഉണ്ടാകുന്ന എന്തെങ്കിലും കാര്യം വന്നാൽ ഉടനെ അത് തടയാൻ നമുക്ക് കഴിയണം. എന്തൊക്കെ ജനങ്ങൾക്ക് പ്രയാസം വരുന്നതുണ്ടോ, ആളുകൾക്ക് മാനസികമായോ ശാരീരികമായോ പ്രയാസം വരുന്നുണ്ടോ, അതിനെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. അത് മനുഷ്യന് മാത്രമല്ല, ഒരു ജീവിയാണെങ്കിൽ പോലും. ബനി ഇസ്രായേലിലെ ഒരു തമ്മാടിയുടെ ഒരു കഥ മിമ്പറിൽ നമ്മൾ കേൾക്കുകയുണ്ടായി. അദ്ദേഹം എന്ത് ചെയ്തു? ഒരു നായക്ക് വെള്ളം കൊടുത്തു. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവരുടെ പാപം പുറത്തു കൊടുത്തു എന്ന്. മനുഷ്യനല്ല, ഒരു നായക്ക്. നായനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ വീട്ടിൽ വളർത്താൻ പറ്റാത്ത ജാതിയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു മനുഷ്യന് ഗുണം ചെയ്യുമ്പോൾ, മനുഷ്യന്മാരോട് നല്ല നിലയിൽ പെരുമാറുമ്പോൾ, അവരോട് സംസാരിക്കുമ്പോൾ, നല്ല രൂപത്തിൽ ഇടപാട് നടത്തുമ്പോൾ, അവരുമായി കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ, അവിടെയൊക്കെ നമ്മൾ അവർക്കൊരു അഭയകേന്ദ്രമാകുന്ന രൂപത്തിൽ ജനങ്ങളോട് നമ്മൾ സംവദിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്നതിന്റെ പ്രതിഫലം നമുക്ക് വിവരിക്കാനും വർണ്ണിക്കാനുമാവാത്ത അത്രയും വലിയ പ്രതിഫലമാണ്. റസൂലുള്ള പറയുന്നത്, ഞാൻ പാരത്രിക ലോകത്ത് എന്നോട് അടുപ്പിക്കുന്ന ആളുകൾ നല്ല സ്വഭാവികളായിരിക്കുമെന്ന് റസൂലുള്ള പറയുകയാണ്. അതുപോലെ തന്നെ ബനി ഇസ്രായേലിലെ ഒരു സമ്പന്നന്റെ കഥ നമ്മൾ കേൾക്കേണ്ടായി മിമ്പറിൽ നിന്ന്. അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹത്തിന്റെ പണിക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മളിൽ നിന്ന് കടം മേടിച്ച ആളുകൾ വലിയ പ്രയാസമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പ്രയാസം പരിഹരിക്കാൻ വേണ്ടി അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം കേട്ടോ. എന്തിന്? നാളെ പാരത്രിക ലോകത്ത് നമ്മൾ ചെല്ലുമ്പോ അള്ളാഹു തആല നമ്മളടുത്ത് വല്ല മിസ്റ്റേക്കും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അള്ളാഹു വിട്ടുവീഴ്ച ചെയ്തു തരാൻ വേണ്ടി നീ അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞ റസൂലുള്ളാഹിയുടെ ഹദീസ് നമുക്കറിയാം. ആ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്ന ആളുകൾക്ക് അള്ളാഹ് പാരത്രിക ലോകത്ത് വിട്ടുവീഴ്ച ചെയ്യും. ഇതുപോലെ നമ്മളുമായി വല്ല ഇടപാടും നടത്തിയ ആളുകൾ, അവർ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും തകർന്നടിഞ്ഞു നിൽക്കുന്ന ആ സന്ദർഭത്തിൽ ഒരു മനുഷ്യൻ ഒരു കടമുണ്ടായി കഴിഞ്ഞാൽ അവന്റെ മാനസികാവസ്ഥ അവനെ അറിയൂ. അങ്ങനെയുള്ള ആളുകളെ അവർ മനഃപൂർവ്വം സ്വീപ്പാക്കുന്നവരല്ല എങ്കിൽ, അവർക്ക് നിർവാഹമില്ല എങ്കിൽ, അവർക്കൊക്കെ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നതിന്റെ പ്രതിഫലം വളരെ വലുതാണ്. അപ്പൊ ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങളെ നമ്മൾ കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് രണ്ടാമത്തെ ഖുത്ബയിൽ നമ്മളോട് പറഞ്ഞത്, നിങ്ങൾ ചെയ്യേണ്ടത് എന്തായാലും, നിങ്ങളെ മരിച്ചാൽ പിന്നീട് നിങ്ങൾക്ക് എന്തെങ്കിലും ബാക്കിയാക്കണം. ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ ഖതീബ് നമ്മളോട് പറഞ്ഞ, നിങ്ങൾ മരണപ്പെട്ടാലേ നിങ്ങൾക്ക് നിങ്ങളുടെ പിന്നിൽ എന്തെങ്കിലും അവിടെ ബാക്കിയാക്കി പോണം കേട്ടോ. നിങ്ങളുടെ കുടുംബങ്ങളും നിങ്ങളുടെ ആളുകളെല്ലാരും നിങ്ങളവിടെ കബറിലിട്ട് പോകും.
പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ഉണ്ടാവണം. അതിൽ ഒന്ന് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ പഠിച്ച അറിവുണ്ടല്ലോ അത് ജനങ്ങൾക്ക് കൃത്യമായി പഠിപ്പിച്ചു കൊടുത്ത് ആ ആളുകൾ അതനുസരിച്ച് അമലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലം വളരെ വലുതാ. അപ്പൊ നമുക്കൊക്കെ പല കാര്യങ്ങളും അറിയാം. നമുക്കൊക്കെ നമ്മുടെ വീട്ടിൽ ചെന്നിട്ട് നമ്മൾ ഇതുപോലെയുള്ള ക്ലാസ്സുകളിൽ നിന്നും മറ്റുമൊക്കെ കേൾക്കുന്ന അറിവുകൾ നമ്മുടെ കുടുംബാംഗങ്ങൾക്കും മറ്റുമൊക്കെ പഠിപ്പിച്ചു കൊടുത്താൽ അതിന്റെ പ്രതിഫലം വളരെ വലുതാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും പഠിക്കാനുള്ള മനസ്സ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. എന്നിട്ട് അത് മറ്റുള്ളവർക്ക് പകർത്തി കൊടുക്കാനും നമുക്ക് കഴിയണം. അത് നമ്മൾ കബറിൽ കിടക്കുമ്പോൾ നമുക്ക് അടങ്ങി കിടക്കാനുള്ള, ശാന്തമായി കടക്കാനുള്ള ഒരു സമാധാനം ആ അറിവിലൂടെ നമുക്ക് ലഭ്യമാകുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീത്തിൽ വളരെ കൂടുതലായി അതിനെ സംബന്ധിച്ചുള്ള പരാമർശം നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ രണ്ടാമത് പറഞ്ഞത് സ്വാലിഹായ സന്താനങ്ങൾ ഉണ്ടാവുക എന്നുള്ള. നമ്മുടെ മക്കൾക്ക് അദബ് പഠിപ്പിക്കുന്നതിൽ നമുക്ക് വിജയിക്കാൻ കഴിയണം. നല്ല രൂപത്തിൽ നമസ്കരിക്കാൻ, നല്ല രൂപത്തിൽ മറ്റ് കർമ്മങ്ങൾ ചെയ്യാൻ, ജനങ്ങളോട് ഇടപഴകാൻ, ഇങ്ങനെ എന്തെല്ലാം നന്മകൾ ഉണ്ടോ അതൊക്കെ നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കൾ ചെയ്യുന്ന അമലിന്റെ പ്രതിഫലം അള്ളാഹ് നമുക്ക് നൽകും, അവർക്കൊരു കുറവുമില്ലാതെ. നമ്മുടെ മക്കൾ നമസ്കരിക്കുന്നത് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടാ, നമ്മൾ മദ്രസയിൽ കൊണ്ടുപോയി ചേർത്തതിന്റെ പേരിലാണ്. അതുപോലെ അവർ ചെയ്യുന്ന എന്തെല്ലാം കർമ്മങ്ങളുണ്ടോ ആ കർമ്മങ്ങളുടെ ഒക്കെ പ്രതിഫലം പടച്ച തമ്പുരാൻ നമുക്ക് നൽകുന്നു. നമ്മുടെ മക്കൾ നമ്മുടേതാണ്. മിൻ കസ്ബിക്കാന്ന റസൂലുള്ളാഹി, നിന്റെ ജോലി, നിന്റെ പണിയുടെ ഫലമാണത് എന്നാണ്. അങ്ങനെയുള്ള മക്കൾക്ക് അദബ് പഠിപ്പിച്ചാൽ, ഇൽമു പഠിപ്പിച്ചാൽ, മര്യാദക്ക് അവരെ നടക്കാൻ പഠിപ്പിച്ചാൽ വലിയ പ്രതിഫലം നിന്റെ ഖബറിലേക്ക് എത്തുന്ന. അതുപോലെ തന്നെ നമ്മൾ മുസ്ഹഫുകൾ പള്ളികളിലേക്ക് വഖഫ് ചെയ്യുക, അതുപോലെ പള്ളികൾ ഉണ്ടാക്കുക. പള്ളികളിൽ ആളുകൾ നമസ്കാരം നിർവഹിക്കുമ്പോൾ, ഏത്തിക്കാഫിരിക്കുമ്പോൾ, അവര് ദിക്റിലായിക്കൊണ്ടിരിക്കുമ്പോൾ എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നോ അതിനൊക്കെ നിന്റെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം ഉണ്ടാകും. അതുപോലെ തന്നെ നീരുറവകൾ നമ്മളുടെ വകയായി, അതുപോലെ സദഖകൾ ചെയ്യുക. ഇങ്ങനെ ഒരുപാട് സൽക്കർമ്മങ്ങൾ, നമുക്കൊക്കെ ഒരുപാട് സൽക്കർമ്മങ്ങൾ അറിയാം. ഈ സൽക്കർമ്മങ്ങളിലൊക്കെ സജീവമായി നമ്മൾ ഖബറിൽ ഒറ്റക്ക് കിടക്കുമ്പോൾ എനിക്ക് കൂട്ടായിക്കൊണ്ട് എൻ്റെ അമലി എൻ്റെ അടുക്കൽ വന്ന് നീ ചെയ്ത സ്വാലിഹ് അമലാണ് ഞാൻ എന്ന് പറയാനുള്ള ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കി തീരുകയും, ഫസ്റ്റിൽ നമ്മൾ കേട്ട ആയത്തിൽ അള്ള പറഞ്ഞു, ആകാശഭൂമികൾ പടച്ചിരിക്കുന്നത് നിങ്ങൾ ആരാണ് മര്യാദക്ക് നല്ല രൂപത്തിൽ അമല് ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടിയാണ് കേട്ടോ. നിങ്ങളെ പടച്ചത് ഒമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യനെയും ജിന്നിനെയും പടച്ചത് എനിക്ക് ആരാധിക്കാൻ വേണ്ടി അല്ലാതെ മറ്റൊരു പരിപാടി ഇല്ലട്ടോ എന്ന റബ്ബിന്റെ ശക്തമായ പ്രഖ്യാപനം നമ്മുടെ മനസ്സിൽ നമ്മൾ എപ്പോഴും സൂക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല സൽക്കർമ്മങ്ങളിലായി സജീവമായി ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത് വരെ അള്ളാഹുവിന്റെ മുത്തഖീങ്ങളുടെ പട്ടികയിലായി പ്രവർത്തിക്കാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാവട്ടെ. നമ്മോട് പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ ഖബറുകളെ അള്ളാഹു സ്വർഗീയ പൂങ്കാവനമാക്കുമാറാവട്ടെ. അവരുടെ ഖബറുകളിലേക്ക് സ്വർഗീയ പാനീയവും സ്വർഗീയ അനുഭൂതികളും അള്ളാഹു നൽകുമാറാവട്ടെ. അവരിൽ നിന്ന് വന്നുപോയിട്ടുള്ള പാപങ്ങൾ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുമാറാവട്ടെ. അവരുടെ ഹസനാത്തുകളെ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും നമ്മോട് പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരെയും അള്ളാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله. سبحانك الله.